ഇന്ന് ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് ദോശമാവ് വീട്ടിലുണ്ടെങ്കിൽ ദോശമാവ് കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. ഇതിനകത്തേക്ക് കുറച്ച് നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് കറിയൊന്നും ഇല്ലെങ്കിലും കഴിക്കാൻ പറ്റുന്ന ഒരു ദോശയാണ് ഉണ്ടാക്കുന്നത്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ആരെങ്കിലും വിരുന്നുകാരൊക്കെ വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, അത് വെറൈറ്റി ഡിഷും ആവും. നമുക്കും വേറെ രുചിയിൽ ദോശ എന്നും തിന്ന് മടുത്തവർ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കുക. ദോശ എന്നും ദോശ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല. ഇത് ആ ദോശമാവ് തന്നെ വെറൈറ്റി ടൈപ്പിൽ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ. എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. ദോശമാവ് ഇന്നത്തെ ദോശമാവാണ്. ഇത് കൂട്ടെടുത്ത് കുറച്ച് വേറെ പാത്രത്തിലേക്ക് ഒഴിക്കുക. ഹെൽത്തി ആയിട്ടുള്ള ഒരു ദോശ നമുക്ക് ഉണ്ടാക്കി കഴിക്കാം. വേറെ അതിനകത്തേക്ക് മുഴുവത്തിൽ ചേർത്താൽ കുഴപ്പം എന്നാന്ന് വെച്ചാൽ എല്ലാവരും ചിലപ്പോൾ കഴിക്കത്തില്ലല്ലോ. അതുകൊണ്ടാണ് ഇതിലേക്ക് ഒരു അരമുറി സവോള നല്ലപോലെ ഇങ്ങനെ ഇതിലേക്ക് ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിക്കണം. ഇതിനകത്ത് ചോര വെച്ച മുട്ടയായിരുന്നു. നാടൻ മുട്ടയാണ്. അതിൻ്റെ ഉണ്ണിക്ക കളറാണ്. മുട്ട പൊട്ടിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ച് വേണം പൊട്ടിക്കാൻ. എന്താ വെച്ചാൽ കേടാണോ എന്ന് നോക്കിയിട്ട് അതിനകത്തേക്ക് ഒഴിക്കാവുള്ളൂ. ഒറ്റ മുട്ട അല്ലെങ്കിൽ വേറെ പാത്രത്തിൽ പൊട്ടിച്ച് ഒഴിച്ചിട്ടാണ് ഒഴിക്കാവുള്ളൂ. നല്ല പോലെ ആക്കണം, അല്ലെങ്കിൽ ആ മുട്ടയുടെ വെള്ളം അങ്ങനെ കിടക്കും. സ്വല്പം ഉപ്പും കൂടെ ഇതിനകത്ത് ചേർക്കാം. മറ്റേ മാവിൻ്റെ ഉപ്പല്ലേ ഉള്ളൂ, ഇതിന് സവോളയുടെയും മുട്ടയുടെ ഉപ്പുമാണ്. അതിനകത്തേക്ക് ഒരു കടുക് വറയും കൂടെ വേണം. കടുക് വറ അതിന് ഞാൻ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ, കുറച്ച് കടുക്, ഈ അടുപ്പത്ത് നമ്മൾ ദോശക്കല്ല് ചൂടാവാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. കടുക് പൊട്ടുമ്പോഴത്തേനത് ഒരു 2 മുളക് ചെറുതായിട്ട് കണ്ടിച്ചതും കറിവേപ്പിലയും കൂടെ കൂടി വറുത്തെടുക്കുക. എന്നിട്ട് ഈ തിളച്ച ചൂടോടെ അതിനകത്തേക്ക് ഒഴിക്കണം കേട്ടോ. സ്വല്പം ചൂടാറിയിട്ട് അതിനകത്തേക്ക് ഒഴിച്ചാൽ മതി. അല്ലെങ്കിൽ ചിലപ്പോൾ മാവ് വെന്ത് പോകും. എന്നാലും പിന്നെ ദോശ ചൂടാൻ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വരും. അന്നേരം നല്ല കാണാൻ നല്ല ഭംഗി കൂടെ ഇല്ലേ നോക്ക്. നല്ല പോലെ യോജിപ്പിക്കുക. അതുകൊണ്ട് ദോശക്കല്ലിൽ എണ്ണ തൂക്കേണ്ട ആവശ്യമേ വരില്ല. ഇതിനകത്തേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചതുകൊണ്ട്. ദോശക്കല്ല് ചൂടായിട്ടുണ്ട്. അത് വെള്ളം ഒഴിക്കണം എന്തിനാണ്? ചൂടായോ എന്നും അറിയാം, നമ്മുടെ ചൂട് ക്രമീകരിക്കാനും പറ്റും.
ചെറുതായിട്ട് അപ്പം ഉണ്ടാക്കിയെടുത്താൽ മതി ദോശ. ഇപ്പോൾ കാണാനൊരു ഭംഗിയില്ലേ? നമ്മൾ രാവിലെ കഴിക്കുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ദോശ കഴിച്ചാൽ മതി. ഒരുപാട് അരിയാഹാരം കഴിക്കരുത്. അതുകൊണ്ട് രാവിലെ ഒരു ദോശ കഴിച്ചാൽ അതിന് നല്ല പ്രോട്ടീനും, മുട്ടയിടുമ്പോഴത്തേനും പ്രോട്ടീൻ ഉണ്ടാവും. ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചാൽ മതി. രണ്ട് സൈഡും നല്ലപോലെ മൊരിച്ചെടുക്കുമായിരിക്കും. സോഫ്റ്റാണ് ഇഷ്ടമെങ്കിൽ പെട്ടെന്ന് അങ്ങനെ എടുക്കാം. ഇച്ചിരി മൊരിച്ചാൽ ഇഷ്ടമെങ്കിൽ മുട്ട ഇട്ടേക്കണോണ്ട് ഇച്ചിരി മൊരിച്ചാണ് നല്ലത് കേട്ടോ. കണ്ടോ, ഇത്ര ആയാൽ മതി. അടുത്തത് ഒരു തവി എടുത്തിട്ട് അതിന് പറ്റണ അത്ര വലിപ്പത്തിൽ ഉണ്ടാക്കിയാൽ മതി. രണ്ടാമത്തെ ദോശയും ആയിട്ടുണ്ട്. 4 ദോശ ഉണ്ടാക്കാനുള്ള മാവുണ്ട്. ലാസ്റ്റമത്തെ ദോശയും റെഡിയായി. സോഫ്റ്റായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ദോശ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ. നല്ല നല്ല സോഫ്റ്റ്. അതെ, ദോശ തന്നെ ചുടുമ്പോൾ, ചുമ്മാ ദോശ ചുടുമ്പോൾ ഇത്ര സോഫ്റ്റ് ആവാൻ വഴിയില്ല. കണ്ടോ, കുറേ തണുത്താലും ഇങ്ങനെ തന്നെ ഇരിക്കും കേട്ടോ. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇനി അത് കൊണ്ടാ കൊണ്ടാ വായിലെന്നത് കല്ല്. അത് വേണ്ട, അത് വേണ്ട, അത് വേണ്ട, അത് വേണ്ട, അത് വേണ്ട. കിളി 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 അച്ഛാ.